അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിരിസത്ത മോമിനിങ്ങളെ, ഇണ്ട് നിങ്ങളുടെ മുന്നുള്ള പലക്ക് പറയത് നിങ്ങളെ കൂട്ടത്തിലുള്ള ചമ്മ ആൾമാറും നോമ്പ് പിടിக்கிறങ്ങോ അതുപോലെ പല കാരണത്താൽ നോമ്പ് ബുഡ്ര ആൾമാറും അങ്ങക്കുള്ള എനിക്കത്ത് പല സംശയമായിട്ടിക്കട്. പിരിസത്ത മോമിനിങ്ങളെ ഒന്ന് നിങ്ങൾ അർത്ഥാക്കണം. നോമ്പ് ആർഗ നിർബന്ധ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള നോമ്പിൻ്റെ മേൽ കഴിവുള്ള ഓരോ മുസ്ലിമിൻ്റെ മേലിലും നോമ്പ് നിർബന്ധം ഉണ്ടായിട്ട് കിടന്നങ്ങ് പഠിച്ചിരുന്നു. എങ്ങനെ? പ്രായപൂർത്തി, ബുദ്ധി ഇക്കണം, ശുദ്ധി ഇക്കണം, നോമ്പിന് മേലെ ശക്തി ഇക്കണം, മാത്രമല്ല മുസ്ലിമും ആവണമുണ്ടുള്ളത്. അപ്പോൾ ഇതല്ലാത്ത ഈ കണ്ടീഷനുള്ള ഇല്ലാത്ത ആൾമാർക്ക് നോമ്പ് പിടിക്കണമെന്നില്ല. ഉദാഹരണം ഇപ്പം നോക്കൂ, പ്രായപൂർത്തിയും ചെന്നങ്ങ. അപ്പോൾ പ്രായപൂർത്തി അല്ലാത്ത ചെറിയ മക്ക അങ്ങ് നോമ്പ് പിടിക്കൽ നിർബന്ധമില്ല. അതുപോലെ ബുദ്ധിയുള്ള ചെന്ന, അപ്പോൾ ബുദ്ധി ഇല്ലാത്തങ്ങ അങ്ങ് നോമ്പ് പിടിക്കണമെന്നില്ല. അതുപോലെ ശുദ്ധിയുള്ളാണ്ട് ചെന്നങ്ങ, അപ്പോൾ ശുദ്ധി ഇല്ലാത്തങ്ങ നോമ്പ് പിടിക്കണമെന്നില്ല. അതുപോലെ നോമ്പിൻ്റെ മേൽ കഴിവുള്ള ചെന്ന, അപ്പോൾ നോമ്പിൻ്റെ മേൽ കഴിവില്ലാത്തങ്ങ അങ്ങനെ നോമ്പ് പിടിക്കണമെന്നില്ല. അതുപോലെ മുസ്ലിം, ഓരോ മുസ്ലിമിൻ്റെ മേലും ചെന്നങ്ങ ഇത്രയുള്ള കണ്ടീഷനുള്ള മുസ്ലിമും. അപ്പോൾ മുസ്ലിം അല്ലാത്തവർക്ക് നോമ്പ് പിടിക്കണമെന്നില്ല, ഒന്നൈത്തല്ലേ. അപ്പോൾ ഇനി ഞാൻ വിഷയത്തിൽ വേണ്ട ചമ്മാൽമാർ കേൾക്കുന്ന ഡൗട്ടായിട്ട് ഇക്കട്. ഈ മെൻസസ് ആയ പെണ്ണിങ്ങ, ഞങ്ങളെ പെണ്ണിങ്ങ ഔത്തുള്ള ഹൈലായിട്ടുള്ള പെണ്ണിങ്ങ അങ്ങ് ഉച്ചക്ക് ചോറുണ്ടാമ അവസ്ഥ നാഷ്ടാക്കമ തണ്ണി കുടിക്കാമ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. ഹൈലായ പെണ്ണിങ്ങ അല്ലെങ്കിൽ നിഫാസായ പെണ്ണുങ്ങ അല്ലെങ്കിൽ രോഗ കാരണത്താൽ നോമ്പ് പിടിക്കാത്തങ്ങ അല്ലെങ്കിൽ വയസ്സായിട്ട് വാർദ്ധക്യ പ്രശ്നം തടിയിലുള്ള ഓരോ പ്രോബ്ലംസ് കാരണത്താൽ നോമ്പ് പിടിക്കുക ആവതില്ലാത്ത ആൾമാർ അങ്ങക്ക് പോലൊരു ചോറ് തിന്ന നാസ്താക്ക തണ്ണി കുടിക്കുക, നോ പ്രോബ്ലം. അതേ ടൈമിൽ ഒരു ഹൈലകാരിയായ പെണ്ണ് ഉച്ചക്ക് ഒരു 12 ഗണ്ടാകുമ്പോൾ ശുദ്ധിയായാൽ അല്ലെങ്കിൽ പെത്ത് കിടന്നിട്ടുള്ള നിഫാസുകാർത്തിയായ ഒരു പെണ്ണ് ഒരു ഉച്ചക്ക് 12 ഗണ്ടാകുമ്പോൾ ശുദ്ധിയായാൽ, അപ്പം വേഗം കുളിച്ചിട്ടെല്ലാം റെഡിയായാൽ, അങ്ങനത്തെ പെണ്ണ്, ശുദ്ധിയായ പെണ്ണ് മഗ്രിബ് തോല എന്തും തിന്നാണ്ട് നോമ്പ് പിടിച്ചങ്ങളെ പോലെ ദക്കൽ സുന്നത്തായിട്ടിക്കട് വയ്യുന്ത ബാനയുണ്ടായിട്ടിക്കട് ഫിക്കർ കിതാബിൽ ചൊല്ലത് സുന്നത്തായിട്ടിക്കട്. അങ്ങനെ നിർബന്ധമില്ല, വേണം കുടിക്കാം. ഇല്ലേ ഞാൻ നോമ്പ് പിടിച്ചങ്ങളെ പോലെ നിൽക്കുകയും ചെയ്ത് അത് നല്ല വിഷയം, സുന്നത്തായ കാര്യം കൂടിയായിട്ടിക്കട്. അല്ലെങ്കിൽ പിരിസത്ത മൂന്നിന് യാത്രക്കാർക്ക് എന്താക്കാം നോമ്പ് ബുടാം. ഇവിടുത്തെ യാത്ര എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഒരു 12 ഗണ്ടാകുമ്പോൾ 10 ഗണ്ടാകുമ്പോൾ ഒത്തെത്തിയ, അപ്പോൾ യാത്ര നിൽക്കുമ്പോൾ നോമ്പ് ബുഡ്രങ്ങ് ബുട യാത്രയിൽ നോമ്പ് നിർബന്ധമില്ല. അപ്പോൾ യാത്ര നിൽക്കുമ്പോൾ ഫുഡെല്ലാം തിന്നിട്ട് വന്ന് ഔത്തുക്ക് എത്തലോടെ യാത്ര തിന്നിട്ട് അപ്പോൾ അണ്ട് നോമ്പില്ല ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും നോമ്പില്ലല്ലോ, ഞാൻ യാത്രക്കാരനായി തിന്നല്ലേ, ഇപ്പം തന്നെ യാത്ര തിന്നില്ലെങ്കിൽ ഞാൻ യാത്രക്കാരനായി തിന്നല്ലേ. ഇനി ഞാൻ അതേപോലെ ഉച്ചക്കും തിന്ന അസർക്കും തിന്ന അവനുമ്പനെ നിരിക്കാം. പക്ഷെ അതെന്താ ആക്കാണ്ട് നോമ്പുകാരെ പോലെ മുണ്ട നിൽക്കൽ ജാഗ്രത തിന്നാണ്ട് കുടിക്കാണ്ട് ഇത്തര ആൾമാരെ പോലെ നിൽക്കൽ സുന്നത്തായിട്ടിക്കൽ. ഏതുപോലെ ഹൈല് പെണ്ണ് ശുദ്ധിയായെങ്കിൽ എങ്ങനെ വെക്കുന്നു അതേപോലെ യാത്ര. അല്ലെങ്കിൽ ഈ രോഗമുള്ള ആളുടെ രോഗ ശിഫയായിട്ട് അവൻ സഡൻ അണ്ട് നോമ്പ് പിടിക്കാവില്ലല്ലേ. ഒരു 12 ഗണ്ടാകുമ്പോൾ ഉച്ച 12 ഗണ്ടാകുമ്പോൾ ഒരാളെ രോഗ ശിഫയായെങ്കിൽ അയാൾക്ക് പിന്നെ നോമ്പ് പിടിക്കുക ഒരാണ്ട് ഉണ്ടാവില്ല. അപ്പോൾ മഗ്രിബ് തോളം അങ്ങനെ മെതക്കൽ സുന്നത്തായിട്ടിക്കട്. അല്ല എന്തുമാവട്ടെ, എന്തോ ഒരു നോമ്പ് പിടിക്കാണ്ടുള്ള റീസൺ, അത് ഇന്ന ഒരാൾ എന്താ ഒരു റീസണിൽ അയാൾ നോമ്പ് പിടിച്ചിട്ടില്ല, ആ റീസൺ പിന്നെ ഇല്ലാണ്ടായി പോയെങ്കിൽ അയാൾക്ക് എന്താക്കണോ അണ്ട് മഗ്രിബ് തോലോ നോമ്പ് ഗാറെ പോലെ മുണ്ടാണ്ട് തെക്കൽ, അതായത് തിന്നാണ്ട് കുടിക്കാണ്ട് തെക്കൽ സുന്നത്തായിട്ടിക്കട്. ഇനി ഒരു കാരണമില്ല, അവർക്ക് വെറുതെ പൈച്ചിത്ത് ചെലുത്ത് മാത്രം ഒരു തണ്ണി കുടിച്ച അപ്പം നോമ്പ് മുറിഞ്ഞിട്ട് ഒരു തപ്പായിട്ടിക്കട അങ്ങനെ ആക്കോ തീറ. അങ്ങനത്തെ തപ്പ് ഒന്ന് ആക്കിയെങ്കിൽ അവൻ പിന്നെ എന്തെങ്കിലും തണ്ണി കുടിച്ചില്ലേ, ഉച്ചയ്ക്ക് ചോറ് കൊണ്ട അസക്ക് ചായം കുടിക്കാന്ന് വെച്ചെങ്കാവില്ലേ, ഹറാമായിട്ടിക്കട്. അവന് നോമ്പുകാരെ പോലെ നിൽക്കണം. അതേപോലെ ജാവുക നീയത്ത് വെക്കുക മറന്നാൽ, ഇപ്പം ഇണ്ട് നോമ്പ് പിടിക്കണമെങ്കിൽ ജാവ് നീയത്ത് വെക്കണം. ആ നീയത്ത് മറന്നെങ്കിൽ ഇണ്ട് സുബൈ നോമ്പില്ല, എന്തെങ്കിലും നോമ്പില്ലല്ലേ, നാഷ്ടാക്ക ചൊന്നെങ്കാവില്ല, അവൻ എന്താക്കണം അൽ ഇംസാക്ക് ഇവിടെ മുണ്ടാണ്ട് തെക്കണം. നോമ്പുകാരെ പോലെ അവന് ദക്കൽ നിർബന്ധമായിട്ടിക്കട് പിരിസത്ത മോമിനികളെ. അപ്പോൾ ഈ ഒരു വിഷയം ചൊല്ലുമ്പോൾ പിന്നെ ഒരു ഡൗട്ടായിട്ടിക്കട് നിങ്ങളുടെ വേണ്ടത്, ഈ ഉസ്താദെ നോമ്പ് പിടിച്ച കിടാവുക പാലില്ലാണ്ടായി പോകുള്ളൂ, മുല കൊടുക്കുന്ന ഉമ്മമാർ കിടാവ് പാലില്ലാണ്ടായി എന്താക്കണം. അങ്ങനെ കിടാവിൻ്റെ മേലിൽ പേടി വന്നെങ്കിൽ കിടാവ് പാലില്ലാണ്ടായി പോകും, പിന്നെ കിടാവുക അത് കഷ്ടാവുണ്ടല്ല പേടി ഇല്ലെങ്കിൽ ഉമ്മക്ക് നോമ്പ് ബുടാ. പിന്നെ നോമ്പ് കലാവ് ഇട്ടണം. നോമ്പ് കലാവ് ഇട്ട ഒട്ടികമേ ഒരു മുദ്ദ് ഫുഡ് കൊടുക്കണം. ഒരു മുദ്ദ് ചെന്ന ഒരു അന്താജ് 750 ഗ്രാം. അതുപോലെ ബൈത്തിലുള്ള കിടാവ്, ബൈത്തിലൊരു കറുപ്പും ചായ പെണ്ണിങ്ങ അതിമാരെ ബൈത്തിൽ കിടാവുണ്ട്, അതിമക്ക് പേടി വന്ന് എന്തിനാക്കുന്നു പ്രശ്നമേ, ഇപ്പം ഞാൻ നോമ്പ് പിടിച്ചെങ്കിൽ കിടാവ് കഷ്ടാവല്ലേ, അങ്ങനെ അങ്ങ് നോമ്പ് ബുട്ടെങ്ക. പിന്നെ നെക്സ്റ്റ് റമദാനിന് മുന്നിലായിട്ട് അത് കലാവ് ഇട്ടണം. കലാവ് ഇട്ടണം മാത്രമല്ല ഒരു മുദ്ദ് ഫുഡ് കൊടുക്കണം, 750 ഗ്രാം അരി കൊടുക്കണം, പാവങ്ങൾക്ക് സ്വതൊക്കെ കൊടുക്കണം. ഇനി അങ്ങനല്ല, ഈ പെണ്ണ്, ഈ കറുപ്പും ചായ പെണ്ണ് അവളുടെ കാര്യത്തിലേ പേടിച്ചാൽ നായൻ്റെ നോമ്പ് പിടിച്ചാവല ഡോക്ടർ ചെന്നത് നമുക്ക് ആഫത്തുണ്ട്, അവളെ തടി കിടാവരുടെ വിഷയത്തിലല്ല, അവൾക്ക് ആഫത്തുണ്ട്. അങ്ങനെയെങ്കിൽ അവൾക്ക് നോമ്പ് വിടാം. നെക്സ്റ്റ് നോമ്പ് പിടിച്ച മയ്യാവും മുദ്ദ് കൊടുക്കണമില്ല.
ഒന്നൈത്തല്ലേ ഇതായിട്ടൊക്കെ വിഷയം. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങളെ ഇനി വയസ്സായ ഒരാൾ മാറിക്കിടാറ്. ഇപ്പോൾ ഉദാഹരണം എനിക്ക് ഒരു 90 വയസ്സായിട്ട് എനിക്ക് എന്തു തീരില്ല, അവർക്ക് കഷ്ടത്തിൽ ഇങ്ങനെ എണിക്കര നടക്കുക അങ്ങനത്തെ ഒരാൾ. അപ്പം നോമ്പ് എങ്ങനെ പിടിക്കറോ? അപ്പം നക്ക് നോമ്പ് പിടിക്കുക ആവില്ല. മാത്രമല്ല ഇനിയൊരുക്ക നോമ്പ് കള്ളാ വീട്ടിൽ ഒരു ഭരോസം നക്കില്ല. നണ്ട് ഈ അവസ്ഥ ഈ കണ്ടീഷനിലുള്ള നാളെ എങ്ങനെ നോമ്പ് കള്ളാ വിട്ടു സാധ്യമേ ഇല്ലാണ്ടെന്ന് ഇരിக்கிறങ്ങ അങ്ങ് നോമ്പ് ബുട അത്ര കഷ്ടം നോമ്പ് ബുട ബുട്ടെങ്ക അങ്ങനെ നോമ്പ് ഒരു നോമ്പ് ഒരു മുദ്ദു ഫുഡ് കൊടുത്താൽ കഴിക്കും. നോമ്പ് പിടിക്കണമെന്നില്ല, ഒരു മുദ്ദ് കൊടുക്കണം. ആ മുദ്ദ് ഇന്നലത്തെ നോമ്പ് ഞാൻ പിടിച്ചിട്ടില്ല, അപ്പോൾ ഇണ്ട് കൊടുക്കാം. ഇണ്ട് നോമ്പ് പിടിച്ചിട്ടില്ല, നാളെ കൊടുക്കാം. അതേ ടൈമിൽ നാളെ പിടിക്കുകയില്ലല്ലേ നോമ്പ്, നാളെ പിടിക്കാവില്ല എന്ന് ഇണ്ട് കൊടുക്കാവില്ല. ഇണ്ട് പിടിക്കാത്ത നോമ്പും ഇണ്ട് മഗ്‌രിബ് നിസ്കരിച്ചിട്ട്, അതായത് ഇണ്ട് മഗ്‌രിബ് വാങ്ങാൽ പിന്നെ ഇണ്ട് പിടിക്കാത്ത നോമ്പുകൾ അയാൾക്ക് എന്താക്കാം, വയസ്സിലാൾക്ക് മുദ്ദ് ഫുഡ് കൊടുക്കുക ഒന്നൈതല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഒരു തിങ്കളത് ഒട്ടിക്കാക്കിയിട്ട് റമദാൻ കഴിഞ്ഞപ്പോൾ അങ്ങനെ കൊടുക്കുക. ഒരു നാൾക്ക് 750 ഗ്രാം പോലെ ഇങ്ങനെ വെച്ചിട്ട് കണക്കാക്കിയിട്ട് 30 നാൾക്ക് എത്ര ആവും അങ്ങനെ കൊടുക്കുക. അല്ല കഴിഞ്ഞ ഒരു വാരത്തത് കൊടുക്കുക. അല്ല ഇന്നലത്തെ ഒരു 5 നാളത് അങ്ങനെ ആക്കിയിട്ടും കൊടുക്കുക. അല്ല ഇന്നലത്തെ ഒരു നാളത്തത് മാത്രം ഇണ്ട് കൊടുക്കുക. ഇണ്ടത്തത് നാളെ കൊടുക്കുക. ഇണ്ടത്തത് ഇൻ്റെ കൊടുക്കാവില്ല, നാളെ കൊടുക്കുക. അല്ല ഇൻ്റെ മഗ്‌രിബിൽ പിന്നെ ഒന്ന് കൊടുക്കാം. ഇങ്ങനായിട്ടേക്ക് മുദ്ദ് കൊടുക്കുന്ന വിഷയങ്ങൾ ഇതായിട്ടേക്ക് യാറും നിങ്ങൾക്ക് വേണ്ടി എനിക്കത്തെ ഡൗട്ട് ആൾമാർ ഫോൺ ആക്കിയിട്ടും അല്ലാണ്ട് വല്ല കേൾക്കാൻ എനിക്കത്തെ ഇതായിട്ടേക്ക് നിങ്ങളെ മുന്നല്ല വെച്ചത്. പിരിസത്തെ മോമിനിങ്ങളെ നല്ലതുപോലെ പഠിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.